തിരികെ വാർത്തകളിലേക്ക് നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് പോകുന്നു. അവിടെ ചന്ദരൂർ കുമിർത്തുപടി ക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞു എന്ന വാർത്ത വന്നത്. മനീഷ് മഹിപാൽ നൽകും വിശദാംശങ്ങൾ. മനീഷ്, ഇപ്പോൾ ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പാപ്പാൻ ആനപ്പുറത്ത് തന്നെ ഉണ്ട്, ആ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ എന്താണ്? സജിൻ, ആന എന്താണെങ്കിലും ഇപ്പോഴും വിരണ്ടോടുകയാണ്. 9:45 ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനെത്തിച്ച് ആന വിരണ്ടോടിയിട്ടുള്ളത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇടഞ്ഞ് തളയ്ക്കാട് ശിവ എന്ന കൊമ്പൻ ആനയാണ്. ഈ ആന മതമിളകിയല്ല, ഇത് വിരണ്ടോടിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അക്രമ സ്വഭാവം ഈ ആനയ്ക്ക് ഇല്ലെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. എന്തെങ്കിലും നാശനഷ്ടമോ ആളപായമോ ആളുകളെ ഉപദ്രവിക്കുന്ന സംഭവങ്ങളോ ഇല്ല. പക്ഷേ ദേശീയപാത ഓരത്താണ് ഈ ചന്ദരൂർ കുമിർത്തുപടി ദേവീക്ഷേത്രമുള്ളത്. ഈ ആന ആദ്യം തന്നെ വിരണ്ടോടിയത് ചന്ദരൂർ ഭാഗത്തുള്ള ദേശീയപാതയിലേക്കാണ്. ദേശീയപാതയിൽ ഏകദേശം കഴിഞ്ഞ അരമണിക്കൂറോളം സമയം ആന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അരൂരിൽ നിന്നും ചന്ദരൂരിൽ നിന്നും ഒക്കെ തന്നെ പോലീസ് എത്തി രണ്ട് സ്ഥലത്തു നിന്നും ദേശീയപാതയിൽ വാഹനം തടഞ്ഞിട്ടുണ്ട്. അതായത് ചന്ദരൂരിൽ നിന്നും അരൂരിലേക്കോ അല്ലെങ്കിൽ ചന്ദരൂരിൽ നിന്നും ചേർത്തലയിലേക്കോ അത്തരത്തിൽ വാഹനങ്ങൾക്ക് ദേശീയപാതയിലൂടെ നിലവിൽ കടന്നു പോകാൻ കഴിയുന്നില്ല. താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 ഈ അരമണിക്കൂറിന് ശേഷം നിലവിൽ ആന ഈ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഒരു മേഖലയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആനയ്ക്ക് മറ്റ് അക്രമ സ്വഭാവം ഇല്ല എന്നുള്ളതാണ് ഇതിന് വിരണ്ടോടാനുള്ള കാരണമായി അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ആനയ്ക്ക് ചില സമയത്ത് ഇതിനു മുൻപും തന്നെ തീയും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത തോന്നാറുണ്ട്. പക്ഷേ ഇത് സാധാരണമായി ഇതിനു മുൻപ് തോന്നാത്ത രീതിയിൽ ഈ ആനയ്ക്ക് ഇങ്ങനെ തോന്നിയിട്ട് ഇന്നലെയാണ് ഈ ആനയെ തൃശ്ശൂരിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നുള്ള വിവരങ്ങളുണ്ട്. എന്നാലും പരിമിതമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ആനയെ ഇതുവരെയും തറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആനയുടെ മുകളിൽ പാപ്പാൻ കൂടി ഉണ്ട്, പക്ഷേ ആനയ്ക്ക് അക്രമ സ്വഭാവം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ദേശീയപാതയിൽ പോലീസ് മറ്റ് ആനയുടെ രീതി, അതായത് സ്വഭാവം മാറുകയോ മറ്റക്രമ സ്വഭാവത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സമീപത്തെ പ്രദേശത്തുള്ള ആളുകളെ അടക്കം മാറ്റാനുള്ള ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആനയുമായി ബന്ധപ്പെട്ട ആനയെ നേരത്തെ നോക്കിയിട്ടുള്ള പരിപാലിച്ചിട്ടുള്ള ആളുകളെ കൂടെ കൊണ്ടുവന്ന് ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമമാണ്. രാത്രി കൂടി ആയതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ കൂടി പോലീസിനും ക്ഷേത്ര സമിതി ഭാരവാഹികൾക്കും ഒക്കെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ ദേശീയപാതയിൽ നിലവിൽ 4 വരി നിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ, സാമഗ്രികൾ, മറ്റു വാഹനങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ടുകൂടി അത്തരം ബുദ്ധിമുട്ടുകൾ കൂടി ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിന് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഏകദേശം 9:45 അതായത് ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂർ ആയിട്ടുണ്ട് ആന ഇങ്ങനെ വിരണ്ടോടിയ സാഹചര്യത്തിൽ ഇപ്പോഴും തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നത് പാപ്പാനും മുകളിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. പ്രജിൻ. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആനയ്ക്ക് മതം പൊട്ടി ഇടഞ്ഞതല്ല, വിരണ്ടോടിയതാണ് എന്നതാണ് ഇപ്പോൾ മനീഷ് മഹിപാൽ നൽകിയ റിപ്പോർട്ടിൽ മനസ്സിലായത്. എന്തായാലും പാപ്പാൻ ആനപ്പുറത്തുള്ളതാണ് ഇപ്പോൾ ചെറിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്.